ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സെക്യൂരിറ്റി ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഐ ആം സെക്യൂരിറ്റി എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗെയിമിനെ പറ്റി അറിയായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗെയിം ഇതാ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു നൈറ്റ് ക്ലബിലെ ഒരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ അകത്ത് DJ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, അതാണ് ഈ ബോർഡിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു അമ്മാവൻ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഇയാളുടെ അടുത്ത് ഓരോന്നൊക്കെ കൊടുത്ത് നമുക്ക് പൈസ കിട്ടും. പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ 1665 രൂപ എളുപ്പമുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഒരാൾ വന്നിട്ടുണ്ട്. ഇതന്നെ വാട്ടർ പാർക്കിൽ വന്ന കണക്കൊക്കെയാണ് ഗൈസ് ഇപ്പോൾ വന്നേക്കണത് ഗൈസ്. ആൾക്കാർ വന്നേക്കണൊക്കെ നോക്കി. നമുക്ക് ഇപ്പോൾ മാല ഓരോന്നും വാങ്ങി വിൽക്കാം ഗൈസ്. ഈ സംഭവത്തിന് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. $10 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇനി ആ മാല വാങ്ങിക്കാം. മാല വാങ്ങി $40 ആ മാലക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കയ്യിലെന്താ തോക്ക് കണക്കെ തൊപ്പി വാങ്ങിക്കാം ഗൈസ്. തൊപ്പി ഗൈസ്, കയ്യിലെന്താ തോക്ക് കണക്കത്തെ സാധനം തോന്നുന്നു. നമുക്കതെടുക്കാം ഗൈസ്. ഇതെന്താ? ഇതിന് പൈസ കിട്ടിയില്ല ഗൈസ്. $0. ഓക്കെ, ഇതിനൊന്നും പൈസ കിട്ടിയില്ല. എന്താ ഈ പുള്ളി വാങ്ങാത്ത? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതവിടെ വെക്കാം. അപ്രൂവാക്കി വിടാം. അത് പുള്ളിയുടെ തലക്ക് പോയിക്കൊണ്ട് ഗൈസ്. അറിയില്ല, നമുക്ക് അപ്രൂവാക്കി വിടാം. ഓക്കെ, കറക്റ്റ് നെറ്റിയിൽ തന്നെ ഒരു പൊട്ട് പോലെ നമുക്ക് അപ്രൂവ് എന്നും പറഞ്ഞ് എഴുതി വെക്കാം ഗൈസ്. അത് കണ്ണിലാണ് ഗൈസ് പോയിരുന്നത്. കുഴപ്പമില്ല, അടുത്ത ആൾ പോരട്ടെ. അടുത്ത ആളെ നമുക്ക് ഇതുകൊണ്ട് അടിക്കാം ഗൈസ്. എന്താ ഗൈസ് ഇയാൾ വരാത്തെ? മാറി നിന്നോലോ. മാറി അത് പോയി ഗൈസ്. നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ ഒക്കെ തന്നെ ഇങ്ങനെ തലരി. അയ്യോ, അത് അയാളുടെ തലയിലാണ് ഗൈസ് പോയിരുന്നത്. സോറി ഗൈസ്, ഇവനെ ഇടിച്ചാലോ ഗൈസ്? വേണ്ട, നമുക്ക് എക്സ്റേ ഒക്കെ തന്നെയാണ് ഇങ്ങനെ. ഇത് ബഗ്ഗായെന്നാണ് തോന്നുന്നത് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാം. ടാറ്റു ഒന്നും പുള്ളി അടിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ടാറ്റു അടിച്ചിട്ടില്ല പുള്ളി, പക്ഷെ ടാറ്റു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു VIP ക്ലൈൻറ്റ് വന്ന് ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം പുള്ളിക്കിടെ മേത്തേക്ക്. പുള്ളി ഒന്ന് കുളിക്കട്ടെ ഗൈസ്. പുള്ളി കുളിക്കാണ്ടാണ് വന്നേക്കണം. ഓക്കെ, കയ്യിലെന്തോ ഉണ്ട് ഗൈസ്, അത് വാങ്ങി വെക്കണം. കയ്യിൽ എന്നാ, ഇതിനൊന്നും പൈസ ഇല്ല ഗൈസ്. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല ഗൈസ്. ഉടുപ്പ് ഈ ഉടുപ്പ് നമുക്ക് വിൽക്കാം ഗൈസ്, പൈസ കിട്ടുമായിരിക്കും. പാൻറ് അകത്തൊന്നും ഇല്ല ഗൈസ്. സാധാരണ എലിയൊക്കെ കിട്ടുക ഇങ്ങനെ നോക്കുമ്പോൾ. ഇതിന് $110 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്രൂവാക്കി വിടാം. തൽക്കാലം ഇത്ര നമുക്ക് മതി. ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് $1825 കിട്ടിയിട്ടുണ്ട്. അടുത്ത VIP വരട്ടെ. VIPനെ ചെക്ക് ചെയ്താൽ വല്ല പ്രശ്നം ഉണ്ടാകും. എനിക്കറിയാൻ പാടില്ല. നമുക്ക് VIPനെ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇത് നേരത്തെ കളിച്ചപ്പോഴൊക്കെ VIPനെ ചെക്ക് ചെയ്യുമ്പോൾ VIP പോകും ഗൈസ്, ഇറങ്ങി പോകും. അതുകൊണ്ട് ഇപ്രാവശ്യം ചെക്ക് ചെയ്യണ്ട. നമുക്ക് നേരെ അപ്രൂവാക്കി വിടാം. അപ്രൂവാക്കി വിട്ടാൽ ചിലപ്പോൾ അവർ പോകുമായിരിക്കും അങ്ങോട്ട്. അയാളുടെ മൊട്ടത്തലയിൽ തന്നെ നമ്മൾ അപ്രൂവിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അയാൾ പോയി ഗൈസ്. ഇതെന്താ ഗൈസ്, നമ്മൾ ചെക്ക് ചെയ്താലും പോകും, അപ്രൂവ് ചെയ്താലും പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. അടുത്തൊരാൾ വന്നിട്ടുണ്ട്. ഇയാൾ കണ്ണട, അതിൽ ബാറ്റൊന്നും ഇല്ലല്ലോ. ഇയാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ടാറ്റു മാറ്റി നോക്കാം. ഇതിനി എന്ന് പോകാനാണോ? നമുക്ക് മാറ്റണ്ട ഗൈസ്. ഇത് പോകുന്നു, കുറേ നേരം എടുക്കും. നമുക്കത് കളയാം. ഉടുപ്പ് മതി. അകത്തുനിന്ന് കുറേ സാധനമൊക്കെ ഇങ്ങനെ കിട്ടും ഗൈസ്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കയ്യിലുള്ള ഈ സാധനം വാങ്ങണം. സാധനം വാങ്ങി ഇതിനൊക്കെ $0 ഗൈസ്. ഒന്നും കിട്ടത്തില്ല. ഷൂ വാങ്ങി കൊടുക്കാം ഗൈസ്. ഷൂവിൻ്റെ ആവശ്യമില്ല. $110 കിട്ടി. ഈ ഷൂവിന് 110. ഓക്കെ, ഉടുപ്പ് താടോ. ഉടുപ്പിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 2165 രൂപ ഇപ്പം കിട്ടി. അപ്രൂവാക്കി വിടാം. ഓക്കെ, ഗോ. അടുത്ത ആൾ വാ ഗൈസ്. ഈ സ്വിച്ചൊക്കെ എന്താ? ഇതെന്തിൻ്റെ സ്വിച്ചാ? ഞെക്കി നോക്കാം ഗൈസ്. ഇതെന്താ നെക്ലേസാ? ഇതിനെങ്ങനെ തിരിച്ചു വരുത്തണ്ടേ? ഒരു മിനിറ്റ്, തിരിച്ചു വരുത്തണ്ട എങ്ങനെയാ? സെല്ലാ? അതെ, കൊണ്ടുവന്നു. ഓക്കെ,
അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇയാളുടെ ഉടുപ്പിലൊക്കെ എന്തോ അഴിക്കൊണ്ട് ഗൈസ്. അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓ ഇത് ബഗ്ഗായി. എടുക്കുമ്പോൾ നോക്കിയെടുത്തില്ല, ഒറ്റ കയ്യിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതുകൊണ്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ആ സാധനം വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം പുള്ളിയുടെ. ഇപ്പം കറക്റ്റ് കയ്യിലിരുന്ന് അതിനകത്തെന്തോ ഉണ്ട് ഗൈസ്. മീനുണ്ട് അകത്ത്. മീനൊക്കെ വെച്ചിട്ടാണ് ഗൈസ് വന്നേക്കണത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഗൈസ്, മീൻ താഴെ കിടക്കുന്നു. ഓക്കെ നമുക്ക് പുള്ളിയുടെ ഉടുപ്പെടുത്ത് കൊടുക്കാം. പിന്നെ ഷൂ ഒക്കെ നമുക്ക് വിറ്റേക്കാം ഗൈസ്. $130. ഓക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ കാശ് കിട്ടും ഗൈസ്. നമുക്ക് എത്രയും കിട്ടുമോ നോക്കാം. കണ്ണാടിയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് കൊണ്ട് വിൽക്കാം ഗൈസ്. ഓക്കെ ഇനി ഇയാൾ അപ്രൂവ് ആക്കി വിടാം ഗൈസ്. തൽക്കാലം ഇത്ര മതി. ഓക്കെ വീണ്ടും അയാളുടെ മുട്ടത്തലയിൽ നമ്മൾ വീണ്ടും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗോ. അടുത്തൊരു VIP ക്ലയൻ്റാണ് ഗൈസ് വരുന്നത്. നമുക്ക് നോക്കാം. അടുത്ത VIP ക്ലയൻറ്റ് നമ്മൾ ചിലപ്പോൾ ചെക്ക് ചെയ്താൽ വേണം പുള്ളി പോണത്. നമുക്ക് ഇയാളെ തല്ലി നോക്കാം. അപ്പം എന്നായിരിക്കും. VIP ക്ലയൻറ്റിന് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ചെക്ക് ചെയ്താലും പോകും, ചെക്ക് ചെയ്തില്ലെങ്കിലും പോകും. അയാളുടെ തൊപ്പി തെറിച്ചു പോയി ഗൈസ്. ഞാൻ അതെടുത്ത് തരുന്നപ്പോൾ തൊപ്പി തെറിച്ചു പോയി. നമുക്ക് കുറച്ച് ഇടിയൊക്കെ കൊടുക്കാം. അയാൾ പോയി ഗൈസ്. ഓ അടുത്ത ആൾ പോരട്ടെ. അടുത്ത ഒരാൾ തന്നെയുണ്ട് ഗൈസ്. പുതിയൊരു സാധനമൊക്കെ ഒന്നുമില്ല. ഡ്രസ് കോഡാ. ആ ബോർഡിൽ ഒന്നുമില്ല ഗൈസ്. കുഴപ്പമില്ല. ഓ ഇയാളെ കണ്ടാൽ തന്നെ അറിയാം. ഇയാൾ കുളിച്ചിട്ട് കുറേ നാളായത്. 2 മാസമെങ്കിലും ആയിക്കാണും ഗൈസ് ഇയാൾ കുളിച്ചിട്ട്. നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം. കുളിക്കാത്ത മാത്രമേ ഉള്ളൂ. എന്തോ ഉണ്ട് ഗൈസ്. അയാളുടെ കയ്യിലെന്തോ ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഈ ഈച്ചനെയൊക്കെ പിടിച്ച് കൊല്ലണം ഗൈസ്. ഇതിനെയൊക്കെ ഞെക്കി കൊല്ലണം. ഈച്ചനെ കൊണ്ട് പപ്പി പോയാൽ മുതലാളി എന്നെ വഴക്ക് പറയും. ഓക്കെ ഇയാളുടെ ഉടുപ്പിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് ഇത് വിറ്റേക്കാം. $130 കിട്ടി ഗൈസ്. ഇയാളുടെ കയ്യിൽ ഒരു മെഷീനുണ്ട്. ഇത് എന്ത് മെഷീനാണെന്ന് അറിയാൻ പാടില്ല. നേരത്തെയും കൊണ്ടുവന്നായിരുന്നാരോ. ഇതൊക്കെ നമുക്ക് കൊണ്ട് കളയാം. ഇതൊന്നും കണ്ട് പബ്ബിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ അതെ ഒരു എലിയൊക്കെ. എന്തോന്നാണ് ഇത്, മൃഗശാലയോ? ഇയാൾ അപ്രൂവ് ആക്കി വിടാം. തൽക്കാലം ഇത് മതി. യെസ് അപ്രൂവ് ആക്കി വിട്ടിട്ടുണ്ട്. പൊക്കോ ഇനി നിൽക്കണ്ട. അടുത്ത ആൾ പറട്ടെ. അടുത്ത ആളെന്തോ വായിലൊക്കെ എന്തോ സംഭവം വെച്ച് വന്നുണ്ട് ഗൈസ്. ഇതെന്തോ വരാത്ത. നമുക്ക് എക്സ്റേ എടുത്ത് വീണ്ടും അതൊക്കെ കയ്യിൽ വന്നിരിക്കുന്നു. ഷോ ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ്. അത് വന്നില്ലേ, നമ്മളതെടുത്ത് എറിഞ്ഞ ഗൈസ്. ഇയാളുടെ വായി നീ സംഭവം എടുക്കുക. ഇതെന്താ പട്ടിത്തോടല്ല. ഇതെടുത്ത് വിൽക്കാം. $20 കിട്ടിയിട്ടുണ്ട് ഗൈസ്. കയ്യിൽ ഉടുപ്പ് വിൽക്കാം. ഓക്കെ $100 കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ഷർട്ട് വേണ്ട, ഷർട്ട് വിൽക്കാം. ഓക്കെ ഇയാളെ ഫുള്ള് നമുക്ക് തുണിയില്ലാണ്ട് വിടാം ഗൈസ്. $100 ഷട്ടിപ്പുറത്ത് നിർത്താം ഇയാളുടെ തോക്ക വാട്ടർ കണ്ണൊക്കെ. അതിന് പൈസ ഒന്നും കിട്ടത്തില്ല ഗൈസ്. ഓക്കെ ചെരുപ്പും കൂടി വാങ്ങിക്കാം. ഇയാളിൽ നിന്ന് കുറേ പൈസ നമുക്ക് കിട്ടും. $130. അപ്പം അതിന് $130 നമ്മൾ വൈകാതെ കാശുകാരനാവും ഗൈസ്. ഓക്കെ ഇയാളിനി ഇൻറ്റു ആക്കി വിടാം ഗൈസ്. അപ്രൂവ് കൊടുക്കണ്ട. ഡിക്ലൈൻ. ഡിക്ലൈൻ. ഇതെന്താ സ്റ്റാമ്പ് വരാത്ത വന്ന്. പൊക്കോ ചെക്ക്. ഇതിന് അടി കൊടുത്താലാ ഗൈസ്. അത് എറിഞ്ഞിട്ട് പോയില്ല ഗൈസ്. അടുത്തൊരു VIP ക്ലയൻ്റാണേ. ഇയാളെ നമുക്ക് സ്കാൻ ചെയ്യാം. ഇയാളുടെ ഉള്ളിൽ എന്തോ ദിവ്യ വെളിച്ചമൊക്കെ. ഇയാളെ നമുക്ക് തല്ലാൻ ഗൈസ്. ഇയാളെ തല്ല. പക്ഷെ അത് പോയിക്കൊണ്ടില്ല ഗൈസ്. നമുക്ക് വെള്ളം ഒഴിക്കാം ഗൈസ്. ഇയാള് പോണോ? പൊക്കോ അടുത്ത ആള് പോരട്ടെ. അടുത്ത ആള് വരൂ. ഈ ചേച്ചിനെ തല്ലാം ഗൈസ്. ഉറപ്പായിട്ട് തല്ലും. പബ്ബിലേക്കാണാ? എന്താ ക്ലബിലേക്ക് എന്തിനാണ് തോക്കൊക്കെ ആയിട്ട് വന്നേക്കണ? തോക്കായിട്ടൊക്കെ വന്നേക്കണ ഗൈസ്. നമുക്ക് ഈ സംഭവത്തിന് തല്ലാം ഗൈസ്. എണീറ്റ് വരട്ടെ. ഇവിടെ നിന്ന് അറിയാം ഗൈസ്. അറിയാം ഗൈസ്. എന്ത് തെറിച്ചു വന്നല്ല പല്ല ഗൈസ്. വീണ്ടും എണീറ്റ് വരട്ടെ ഗൈസ്. തോക്കൊക്കെ ആയിട്ട് വന്നാൽ തല്ലിക്കൊല്ലണമെന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ ഇവിടെ നിന്ന് എറിയാം ഗൈസ്. എറിഞ്ഞെടുത്താം. യെസ് കൊണ്ട് കറക്റ്റില്ല. തലക്കിട്ട് പോയിക്കൊണ്ട് വീണ്ടും വരട്ടെ. ഇതെന്താ ഇതല്ല വേണ്ടത്. ബാറ്റല്ല വേറെ സംഭവമാണ്. ഒരു മിഷീൻ കണക്കത്തെ. അത് കൊണ്ടില്ല ഗൈസ്. അത് മിസ്സായി പോയി.
തോക്കൊക്കെ നമുക്ക് വാങ്ങി വെക്കാം. ഏറ്റവും വിലയുള്ള സംഭവമാണ് ഗൈസ് തോക്കൊക്കെ. പക്ഷെ ഇവിടെ സെല്ല് ചെയ്ത ഒരു പൈസ കിട്ടില്ല. അത് കാരണം സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കൊണ്ട് കളയാം. എന്നിട്ട് തൊപ്പിയും വെച്ച് വിടാം ഗൈസ്. ഇത്രയും തല്ലിയതല്ലേ. ഓക്കെ, അപ്രൂവ് ആക്കി വിടാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു പാഠമായിരിക്കട്ടെ. അടുത്ത ആൾ വരട്ടെ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അടുത്ത ആൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇയാളുടെ അകത്ത് ഇതെന്താ ക്യാബേജാ? പച്ചക്കറി തൊട്ട് ഫുള്ളുണ്ടല്ലോടോ. ഇത് കൊടുക്കാം ഗൈസ്. $120 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഷൂ ഒക്കെ കൊടുക്കാം ഗൈസ്. എന്തിനാണ് ഷൂ ഒക്കെ ഇട്ടിട്ട്? കമോൺ, നീ ലൂണാറിന്റെ ചെരുപ്പ് വാങ്ങിയിട്ടാൽ മതി. ഷൂ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഉടുപ്പൊക്കെ ഇട്ടോ നീ. ബോംബാ, ഗ്രനേഡൊക്കെ താ. അതൊന്നും ഇങ്ങോട്ട് അപ്രൂവ് ആക്കി വിടത്തില്ല. ഓക്കെ, അതൊക്കെ താ. വേണമെങ്കിൽ ഇതും കൂടി പുള്ളിക്കെടുത്ത് വെച്ചു കൊടുക്കാം. പാവം. തൽക്കാലം ഈ സാധനം എൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഇത് തല ഇരിക്കട്ടെ ഇത്. തൊപ്പി. അയ്യോ, തൊപ്പി പോയി ഗൈസ്. കുഴപ്പമില്ല, നമ്മുടെ കളക്ഷൻ ഈ തൊപ്പിയും കൂടെ വന്നിരിക്കും. ഇവിടെ വന്ന് തൊപ്പി ഇരിക്കും ഗൈസ്. മീനൊക്കെ കിടപ്പുണ്ട് ഗൈസ്. മീൻ. ഓഹോ, മീൻ വിറ്റാ $10 കിട്ടി. ഓഹോ, ഇതേ ഗൈസ് അയാളുടെ തൊപ്പി. ഇതും കൂടി വിറ്റേക്കാം ഗൈസ്. നമുക്ക് $3515 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ബൈ ഗൈസ്.